ആ ആശ്രയ കേന്ദ്രത്തെയാണ് ബോധപൂർവമായി നശിപ്പിക്കുന്നതിനും ഈ ആശുപത്രിയുടെ സംഖ്യ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗരൂകമാണ്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനൊക്കെ മാറ്റി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയത്തക്ക കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് കേടായി. ലിഫ്റ്റ് കേടാകുന്നൊരു വാർത്ത സ്വാഭാവിക ഈ ആശുപത്രി തന്നെ മനുഷ്യനഷ്ടം വരുമ്പോഴാണ്. അപ്പോൾ ലിഫ്റ്റ് ഒരു കേടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പരിഹരിക്കാന്നുള്ളേ ഉള്ളൂ. അവർ വലിയ വാർത്തയാക്കി ഇഷ്യൂ ആക്കി പോവുകയും അവർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. സാർ അവർക്ക് രണ്ടുപേർക്ക് പരിക്കുണ്ടാവുമല്ലോ. ലിഫ്റ്റൊക്കെ കേടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വിമാനത്തിൽ കയറിയാൽ ഉണ്ടാവില്ല. വലിയ സംഭവമൊന്നുമില്ല. അപ്പോഴത്തൊക്കെ സംഭവം ലിഫ്റ്റ് കേടാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 വർഷക്കാലം മുമ്പ് എംപിയുടെ ഫണ്ട് ചെയ്തതാണ്. അത് അന്ന് എൻ്റെ കമ്പനിയുടെ റിപ്പയറിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞ് HMC അതിന് ഏജൻസി കൊടുത്തു. അത് റിപ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം പറഞ്ഞാൽ താലൂക്ക് ആശുപത്രിയിൽ ഒരു പട്ടി എത്തി കിടന്നാൽ പോലും താലൂക്ക് സഭ ഒരു പട്ടി എത്തി കിടന്നാൽ പോലും ആശുപത്രിക്കെതിരെയുള്ള പ്രചരണം അത് വളരെ ബോധപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രി പട്ടി എത്തി കിടന്നാൽ ആ ആശുപത്രി കൊട്ടാരക്കര താലൂക്കിലെ ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത്. ആശുപത്രി ചുറ്റുപാട് ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. അവരെ സഹായിക്കാൻ ആവശ്യമായ ഏതാനും ചില ഓൺലൈൻ ചാനലുകാരും അതുപോലെ ചില ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരന്തരമായി ആശുപത്രിക്കെതിരായിട്ടുള്ള വ്യാജ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നേച്ചത്തില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 11 നില പുരോഗമിക്കുന്നു. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. നിശ്ചയമായി ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ട്രാൻസ്ഫറൊക്കെ വന്നപ്പോൾ കുറേ സ്റ്റാഫിൻ്റെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കുകയാണ്. എല്ലാം പരിഹരിച്ച് ആശുപത്രിയിൽ പോകും. സ്വാഭാവികമായി ഉണ്ടാകും. ലിഫ്റ്റിൻ്റെ കേടെന്ന് പറയുന്നത് ഒരു വാർത്തയല്ല, ഒരു യന്ത്രത്തകരാറ് പോലും വലിയ വാർത്തയാക്കി ആശുപത്രിക്കെതിരായുള്ള പ്രചരണം കൊടുക്കാൻ ആവശ്യമായ താല്പര്യമാണ് ചില ആളുകൾ കാട്ടുന്നത്. അത് നല്ലതല്ല. ആ ഉദ്യമത്തിൽ നിലവിൽ പിന്തിരിയണമെന്ന് അഭിപ്രായക്കാരാണ്. എല്ലാ മാസവും ബഹുമാനപ്പെട്ട മന്ത്രി MLA എന്ന നിലയിലും ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ മാസവും ആശുപത്രി വന്ന കാര്യങ്ങൾ പോവുകയാണ്. ഉണ്ടാകുന്ന പോരായ്മ അപ്പവും പരിഹരിച്ചു പോവുകയാണ്.